എന്താണ് മോനെ എന്താ നേരം വൈകി? അല്ലെങ്കിൽ നീ നേരത്തെ വരുന്നതല്ലേ, എന്താ നേരം വൈകി? അതൊന്നുമില്ലമ്മ, ഇന്ന് ഇത്തിരി കൂടുതൽ നേരം പണിക്ക് നിൽക്കണ്ടായിരുന്നു. അതാ കുറച്ച് ലേറ്റ് ആയി പോയത്. പിന്നെ പോരാത്തിന് ചെറിയ മഴയും. അല്ല മോനെ, ഇത്രയും നേരം വൈകണ വരെ പണിയെടുത്താലേ അവർക്ക് കൂലിയൊന്നും കൂട്ടി തരില്ലല്ലോ. കറക്റ്റ് സമയത്തിന് പണിയെടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് പോന്നോളൂ. കൂടുതൽ പണിയെടുക്കുമ്പോഴേ അതിന് പൈസ മേടിക്കുക. പൈസ തരാത്തവർക്ക് ചെയ്തു കൊടുക്കണ്ട. അതെപ്പോഴൊന്നും ഉണ്ടാവില്ലമ്മ. ഇടയ്ക്കും തലയ്ക്കൊക്കെ ഈ ഓവർ ടൈം ഇത്തിരി കൂടുതൽ നേരം നിൽക്കണുള്ളൂ. അതിനെങ്ങനെ അവരുടെ പൈസ ചോദിച്ചു വാങ്ങിക്കുക? അത് പിന്നെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അതാ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. ശരി, അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് കയറ്. എവിടെ ഇന്നത്തെ കൂലി എവിടെ? ഇതെന്താ 1000 അല്ലല്ലോ, 500 ഉള്ളൂ. 1000 അല്ലേ നിന്റെ കൂലി? കൂലി 1000 തന്നെയമ്മ. വരുന്ന വഴിക്ക് ആ കുറിക്കാരനെ സെൻട്രൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് 500 രൂപ കൊടുത്തു. ബാക്കി 500 മതി. അതെ, ഈ ഇടയായിട്ട് നിനക്ക് കുറെ കുറിക്കാർക്ക് ഇവർക്ക് മറ്റേ കാശ് ഇങ്ങനെ കൊടുക്കണ്ടിട്ടാ. നിന്റെ കൂറി ഇത്ര കൂടുണ്ട്. ഇവിടെ വീട്ടിലേക്ക് തരുന്നത് കറക്റ്റായിട്ട് തരണം കേട്ടാ. പിന്നെ നീ എന്തോ ചെയ്തോ? ഉമ്മ എന്തുമ്മ എങ്ങനെ പറയണത്? ആ കുറിക്കാരന് കൊടുക്കാനുള്ള കാരണമല്ലേ 500 തന്നെ. ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തരാറുള്ളത്. ശരി ശരി, പോയിട്ട് മേശമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചോറെടുത്ത് കഴിക്കും ഇപ്പൊ. അവനെവിടെ? അവനെ കാണാനില്ലല്ലോ ഇത്ര നേരമായിട്ട്. മോനെ, പണി കഴിഞ്ഞ് വരെ എത്ര നേരം മോനെ? സമയം നോക്കിയേ നീ? എത്ര നേരമായി നോക്കിയേ? എന്തിട്ടും ഉമ്മ പറയണത്? സമയം എത്ര നോക്കിയേ? സമയം ഒന്നും ആയിട്ടില്ലമ്മ. ഞാൻ പിന്നെ ഇന്ന് പാർട്ടി ഉണ്ടായിരുന്നു ഓഫീസിൽ. അതാ പിന്നെ ചെറുതായിരുന്നു ലേറ്റ് ആയത്. പാർട്ടിയാ? അപ്പൊ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ മോനെ? അപ്പൊ ഇവിടുത്തെ ഭക്ഷണം വേണ്ട? കഴിച്ചാ? വയറ് നിറച്ച് കഴിച്ചാ? ഓ, എനിക്കൊന്നും വേണ്ട മഞ്ഞ ഭക്ഷണം. അവിടെ നല്ല അടിപൊളി ചിക്കനും ബീഫും മട്ടനും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് വയറ് ഫുള്ളായി. ഒന്ന് കിടന്നാ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അതാണ് മോനെ, ഓഫീസിൽ പണിയെടുത്താൽ ഇങ്ങനെയൊക്കെയുള്ള മെച്ചുണ്ട്. നല്ല ഫുഡ്. ചിലപ്പോൾ അവർ ടൂർ കൊണ്ടുപോകും. അതാണ് ഈ ഓഫീസ് ജോലി കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹം. അല്ല മോനെ, ശമ്പളം കിട്ടിയില്ലേ? ശമ്പള ഇതെന്താ കൂലിപ്പണിയാണോ ഡെയിലി കിട്ടാന്? ഉമ്മ അതൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല, മന്ത്ലി അല്ലേ സാലറി കിട്ടുള്ളൂ. മാസമാണ് പൈസ കിട്ടുകയല്ലേ? ശരി. അതേ, മാസം പൈസ കിട്ടിയല്ലേ കിട്ടിയത് ഒന്നും ചിലവാക്കാണ്ട് ഉമ്മാൻ്റെ കയ്യിൽ കൊണ്ട് തരണം കേട്ടാ. ഉമ്മ എന്തിട്ട് വർത്താനാ പറയണത്? മൊത്തം ശമ്പളം ഉമ്മക്ക് തരാണെന്നാ? ഉമ്മ എനിക്ക് അതിൻ്റെതായ കാര്യങ്ങളില്ലേ, കുറച്ച് സേവിങ്സിൽ പോണം. പിന്നെ ഓഫീസിലൊക്കെ പോണതല്ലേ, ഷർട്ട് ഷൂ പാന്റ് എന്നിവ കുറെ സാധനമൊക്കെ എടുക്കണ്ടേ, നല്ല നല്ല സാധനങ്ങളൊക്കെ. ഉമ്മാക്ക് എത്ര വേണ്ടിച്ചാ പറഞ്ഞാൽ മതി, ആ പൈസ ഉമ്മാക്ക് തരും. എന്നിട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് തരുന്നത് വേറെ ഉള്ളതാ. മോൻ പറയണത് ശരിയാ. എന്താന്നാ, വലിയ ഓഫീസിലൊക്കെ പണിയെടുക്കുമ്പോൾ എൻ്റെ മോവരെ പോലെയൊക്കെ നടക്കണ്ടേ. അവിടെ നല്ല ഫാനും ചോട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് ചെക്കന്മാരും ജോലിക്കാരൊക്കെ വരുമ്പോൾ അതുപോലെ എൻ്റെ മോനും പോയില്ലെങ്കിൽ നിനക്കല്ലേ എൻ്റെ നാണക്കേട്. കുറച്ചല്ലേ. സാരില്ല, മോനിക്കും ചിലവൊക്കെ ഉണ്ട്. അതിൽ വല്ല മിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ കയ്യിൽ തായോട്ടാ. എൻ്റെ ചിലവൊക്കെ കഴിച്ചിട്ട് നല്ല നല്ല ഭക്ഷണമൊക്കെ കടയിൽ നിന്ന് പോയി കഴിക്കി. അവരൊക്കെ കഴിക്കുമ്പോൾ നോക്കി നിൽക്കണ്ട, നീയും ചെന്ന് കഴിക്കി നല്ല ഭക്ഷണങ്ങളൊക്കെ ട്ടാ. അപ്പൊ ഉമ്മക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുക ചെയ്യൂലേ? അതേ, ഞാൻ ഇക്കല്ല, എനിക്ക് ഇനി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ എന്തായതെന്നൊക്കെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് കുറച്ച് സേവിങ്സ് എല്ലാം വേണം. അതുകൊണ്ടേ ഇക്ക പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കണ ഫുള്ളും ഉമ്മാക്കല്ലേ കൊടുന്നേരില്. അതുപോലെ എന്നെ കിട്ടില്ല. ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും തരും, അത് മേടിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അടുക്കളയിലാണ്. എന്തേ, ഇങ്ങോട്ട് വാ. ഞാനെന്നാ പണിക്ക് പോയിട്ട് വരാം. പൊയ്ക്കോ, പണിക്ക് പോ. ഞാൻ ഏമാത്തൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. നാളെ ഞായറാഴ്ച കൂട്ടുകാരന്റെ കല്യാണം ഉണ്ട്. എനിക്കാണെങ്കിൽ ആകെ പഴയ ഷർട്ട് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം പുതിയത് വാങ്ങാൻ. മാർത്തൊരു 500 രൂപ ഉണ്ടെങ്കിൽ തന്നമ്മ. നിന്റെ കയ്യിലേത് മോനെ പൈസ? നീ ഇതോട് തരുന്ന പൈസയാ? നീ എന്നെ ശരിക്കും 1000 തികച്ചു തരുന്നുണ്ട്. 500, ചിലപ്പോ 1000 തരും, ചിലപ്പോ 500 തരും. അത് കുടുംബത്തിക്ക് ചെലവായി പോകില്ലേ? നീ തരുന്ന കാശ് ഉമ്മാൻ്റെ കയ്യിലുണ്ട് പറഞ്ഞിട്ടാ അത് ദിവസം ചെലവായി പോകല്ലേ മോനെ? വീട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങണം. ഞാനിപ്പോ എന്ത് ചെയ്യാനാണമ്മ? പണിയെടുക്കുന്ന പൈസ മൊത്തം ഉമ്മളല്ല തരുന്നത്. എന്റെ ചെലവിനെന്ന് പറയാൻ പോലും ഞാനൊന്നും എടുത്തു വയ്ക്കുന്നില്ല. എനിക്കൊരു ആവശ്യം വന്നപ്പോ ഒരു ഷർട്ട് വാങ്ങാന്ന് വെച്ചാ ഞാനിപ്പോ എന്താ ചെയ്യാ?
അല്ല ഇന്ന് പണിക്ക് പോണില്ലേ? ഇന്ന് പണിക്ക് പോയിട്ട് വരുമ്പോഴേ അങ്ങനെ പോയിട്ട് ഒരു ഷർട്ട് എടുത്തിട്ട് വാ. ഒരു 500 വേണ്ട, ഒരു 10-250 എടുത്താൽ മതി. ഇത്തിരി നേരം ഇടാനല്ലേ, നല്ല തുണിയൊക്കെ കിട്ടും. 10-250 കൊടുത്ത ഒരു ഷർട്ടൊക്കെ കിട്ടും. ആ ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് പോയിട്ട് വാ. നാളെ ഞായറാഴ്ച അല്ലേ, പിന്നെ പണി കഴിഞ്ഞൊന്നും പോയിട്ട് വാ. ബാക്കി കാശ് എൻ്റെ അടുത്ത് കൊണ്ട് തരണം കേട്ടാ. 250 എടുത്തിട്ട് ബാക്കി 750 എൻ്റെ കയ്യിൽ കൊണ്ട് തരണം. 250 രൂപയ്ക്കൊക്കെ എന്ത് ഷർട്ട് കിട്ടാനാണമ്മ? കടയിൽ പോയാൽ തന്നെ 500 രൂപയാ. നല്ലൊരു ഷർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ 500ഒക്കെ ആവുമ്മ. കൂട്ടുകാരൻ്റെ കല്യാണമല്ലേ, സ്കൂളിൽ പഠിച്ച എല്ലാവരും വരുന്നുണ്ട് അവൻ്റെ കല്യാണത്തിന്. ഞാനും നല്ലതുപോലെ പോകണ്ടമ്മ. എന്നാ പിന്നെ എന്താ ചെയ്യേ? പക്ഷെ ഷർട്ടിന് ബാക്കി പൈസ എൻ്റെ കയ്യിൽ കൊണ്ട് തരണം കേട്ടാ മോനെ. നാളത്തെ ചെലവിനുള്ള കാശ്. ശരി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. മാമിയല്ലേ വരുന്നത്? മാമ. ആ മോനെ, എന്ത് വിശേഷങ്ങൾ? പണിക്ക് പോകൂലേ? മാമ പണിക്ക് പോവാണ്. ഇന്ന് കുറച്ച് ലേറ്റായി പോയി. ഞാൻ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. ഞാനേ നിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. ഉമ്മാടുത്തെ ഒരു കാര്യം പറയാനുണ്ട്. ഉമ്മ അവിടെ ഇല്ലേ? ഉമ്മ അവിടെ ഉണ്ട് മാമ. എന്താ മാമ കാര്യം? അതല്ല മോനെ, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ലൊരു ബന്ധമാണ്. അതിന് ഉമ്മാട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉമ്മാനെ ചോദിച്ചത്. നല്ലൊരു ബന്ധാ? അതിന് എനിക്കൊക്കെ ആര് പെണ്ണ് തരാനാണ് മാമ? ഈ കൂലിപ്പണിയായിട്ടൊക്കെ നടക്കണം എനിക്ക്. അതെന്താ മോനെ അങ്ങനെ പറയണത്? കൂലിപ്പണിക്ക് എന്താ കുറവുള്ളത്? എല്ലാവരും കൂലിപ്പണി എടുത്തിട്ടല്ലേ ജീവിക്കുന്നു. അത് അന്തസ്സുള്ള പണിയല്ലേ? ഇല്ല മാമ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. പൊതുവേ നാട്ടിലൊക്കെ അങ്ങനെയാണേ. ഞാനൊന്ന് പോട്ടെ മാമ, സമയമായി ട്ടാ. ശരി. ശരി. ആരെ കോളും ബില്ലടിക്കണോ? ഉദാര ഗഫൂർക്ക. വരാത്തവരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? വഴി തെറ്റി കയറിയതാ? വഴി തെറ്റിയതൊന്നുമല്ല, ഇങ്ങോട്ട് വരണം എന്ന് വെച്ച് വന്നു തന്നെയാ. കേറിയിരിക്ക. അല്ല, എന്താണ് എന്റെ വിചാരം? മോന്റെ കല്യാണ കാര്യങ്ങൾ നോക്കണില്ലേ? വയസ്സിങ്ങനെ കേറി പോകല്ലേ, നോക്കണ്ടേ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെയാണല്ലോ. എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. 10-28 വയസ്സല്ല, 27 കഴിഞ്ഞിപ്പോ 28ാമത്തെ വയസ്സല്ല ആയിട്ടുള്ളൂ. ഓരോ ചെക്കന്മാർക്ക് 30 വയസ്സായിട്ടും പെണ്ണ് കെട്ടിയിട്ടില്ല. നമ്മുടെ മക്കൾക്ക് ഇപ്പൊ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അവൻ പണിക്ക് പോകുക. അപ്പോ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ടാ, അല്ലാണ്ട് ഓർമ്മയില്ലാണ്ടൊന്നല്ല. നീ എന്താ പറയണേ? 28 വയസ്സ് പറഞ്ഞത് കുട്ടിയാണെന്ന് എന്റെ വിചാരം. 25 കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചു തുടങ്ങി. ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ഒരു പിള്ളേരൊക്കെ 25 വയസ്സിൽ എൻ്റെ കുട്ടികളായി. 28 വയസ്സാകുമ്പോൾ 2 കുട്ടികളോ 1 കുട്ടികളായി കിട്ടുന്നത്. ഇപ്പോഴും നിന്റെ മകനെ കുട്ടിയായിട്ട് നീ വിചാരിക്കുന്നു? എൻ്റെ മകൻ എനിക്ക് കുട്ടിയായിരിക്കും. കല്യാണ പ്രായങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നതേ, നമ്മുടെ കുടുംബത്തെ അടുത്ത വീട്ടിലത്തെ നല്ല അടിപൊളി തറവാട്ടുകാരാണ്. നല്ലൊരു ബന്ധമുണ്ട്. അത് നിന്റെ മോനെ അന്ന് നോക്കാവുന്ന അന്വേഷിച്ചാൽ അത് രക്ഷപ്പെടുമല്ലോ എന്നാണ് കുട്ടി വന്നതാ പറയാൻ വേണ്ടിയിട്ട്. നീ പറ്റുക വെച്ചാൽ എന്താ വെച്ചാൽ പറയും. അത് ആലോചിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ഏത് തറവാട്ടുകാരുടെ കാര്യ പറയണേ? ആ മരക്കാര് വീട്ടുകാരില്ലേ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്. അവരൊക്കെ നമുക്ക് തരുമോ? അവര് വലിയ പണക്കാരൊക്കെ അല്ലേ? നീ എന്താ പറയണു? ഞാൻ കുറെ സംസാരിച്ചു. അത് കുഴപ്പമൊന്നുമില്ല. ചെക്കൻ നല്ല ചെക്കനാണെങ്കിൽ അവർക്ക് 100% കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമാണെന്ന്. നെല്ലിക്ക, നമുക്ക് 100 വട്ടം സമ്മതമാണ്. അവരൊക്കെ തരണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യല്ലേ. പക്ഷെ ചെക്കന് ജോലി അന്വേഷിക്കുമ്പോൾ കൂലിപ്പണിയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് തരാൻ പറ്റില്ല എന്നൊരു ഇഷ്ടക്കുറവൊക്കെ ആണെങ്കിൽ തട്ടിപ്പോയാലോ? കൂലിപ്പണി എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടികളൊക്കെ നല്ല പഠിച്ചിട്ടുണ്ട്. അതും തറവാട്ടുകാരുമാണ്. ഇപ്പോൾ നമ്മള് ചെക്കനെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കൂലി പഠിക്കുന്നവർ കുഴപ്പമില്ല. ചെക്കനും പെണ്ണും തമ്മിൽ ഇനി കാണാൻ പോയിട്ട് അവർക്ക് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാമല്ലോ. അത് നമുക്കിപ്പോൾ കാണാമല്ലോ. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇക്കാടൊരു കാര്യം പറയട്ടെ തന്നെ. അതെ, കൂലിപ്പണിയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് ഇന്നത്തെ കാലത്ത് പഠിപ്പുള്ള കുട്ടികൾക്ക് പറ്റിയെന്ന് വരില്ല. ഒരു കാര്യം പറയാം, നമുക്ക് ഈ ബന്ധം ചിലപ്പോൾ ഷെമീറിന് പറ്റിയെന്ന് വരും. അവന് ജോലിയുണ്ട്, അത്യാവശ്യം ശമ്പളമുണ്ട്, കാണാൻ നല്ലൊരു ഇതുണ്ട്.
അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ചേർന്ന പോലെ ആവും. അപ്പോൾ നമുക്ക് ഷമീറിനെ ആലോചിച്ചാലോ? നിങ്ങളെ അഭിപ്രായം എന്താ? ഈ ബന്ധം വിടണ്ടാന്ന് വെച്ചിട്ടാ. എൻ്റെ താഴെയുള്ള മകനിക്കാവുമ്പോൾ നല്ല ചേർച്ച ഉണ്ടാവും. അവരങ്ങനെ വിടണ്ട, എൻ്റെ മോൻ രക്ഷപ്പെടും. എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾ പറഞ്ഞപ്പോൾ ആ കുടുംബത്ത് ആ തറവാട് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് നല്ല ഇഷ്ടമായി. അത് നമ്മളെ കയ്യിൽ നിന്ന് വിടാൻ പാടില്ല. അത് ഈ നമുക്ക് എന്താ പറയണ? മൂത്തവ ഇരിക്കുമ്പോൾ താഴെ കല്യാണം കഴിക്കുമ്പോൾ നാട്ടുകാരെന്ത് പറഞ്ഞു? പിന്നെ ഒന്നാമത് അവന് വെച്ചിട്ട് ഞാൻ പെണ്ണ് കണ്ടിട്ടുണ്ട് വന്നത്. ആ താഴെയുള്ളവർ കെട്ടുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക? മൂത്തവന് കല്യാണം കെട്ടുമ്പോൾ അതിന് പിന്നെ പെണ്ണേ കിട്ടില്ല. അത് താഴെയുള്ളവർ കല്യാണം കഴിച്ചു. മൂത്തവന് കഴിഞ്ഞിട്ടല്ലേ താഴെയുള്ളവർ കല്യാണം കഴിക്കുക? അത് ആലോചിക്കുക. മൂത്തവൻ്റെ കാര്യം പോയിട്ട് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പെണ്ണ് കിട്ടൂല. അപ്പം ഒക്കെ അവനൊരു കാര്യം പറഞ്ഞ കേൾക്കും. അവൻ്റെ കാര്യം നമുക്ക് ഉറപ്പിക്കാം. അവൻ്റെ കാര്യം പോയിട്ട് സംസാരിക്കും. മൂത്തവൻ്റെ അല്ലേ, അത് നമുക്കിത് കഴിഞ്ഞാൽ നോക്കാലോ. അവനക്ക് പറ്റിയ പെൺകുട്ടീനെ നമുക്ക് കണ്ടെത്താം. ഇക്കന്നെ കണ്ടെത്തിക്കാം. അതല്ലേ നല്ല കാര്യം. എന്തായാലും അവൻ്റെ കാര്യം പറഞ്ഞാൽ പെണ്ണ് കിട്ടൂല, ഉറപ്പായിട്ട് കിട്ടൂല. എത്രയും വലിയ കുടുംബമല്ലേ, അവർ നമുക്ക് തരുമോ കൂലിപ്പണി എന്ന് പറയുമ്പോൾ? അപ്പോൾ എന്തായാലും ഇത് കയ്യിൽ നിന്ന് പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ചെറിയ എനിക്ക് ശരിയാക്കാം. അത് ഇക്ക നിന്നൊക്കെ ശരിയാക്കും. ഇക്കാക്ക് എന്താ വേണ്ടത് നമുക്ക് ചെയ്യാം. ഓ, അപ്പം നിന്റെ മനസ്സിലിപ്പോൾ ഇതാണ്. എന്നൊരു ബ്രോക്കറായിട്ടാണ് കാണുന്നില്ലേ? ഉപ്പില്ലാത്ത മക്കളല്ലേ, അവർക്ക് നമ്മളല്ലേ എൻ്റെ കൂടെ നിൽക്കേണ്ടത് എന്നുള്ള ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ട് പല ആലോചന കൊണ്ടെന്താ നീ ഇങ്ങനെ സംസാരിക്കുക? ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ല. ഇതൊക്കെ അത് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടാളാം, കുഴപ്പമില്ല. അതേ, ഷമീറിൻ്റെ കാര്യമൊക്കെ എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കും. പിന്നെ അവൻ്റെ കാര്യം നമുക്ക് ഉറപ്പിച്ച് വെച്ചിട്ട് മൂത്തവൻ്റെ കാര്യം നമുക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നടത്താം. എന്നിട്ട് ഇവരെ നടത്തിയാൽ മതി. ഇത് കയ്യിൽ നിന്ന് പോകണ്ട. നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്പിരിറ്റ് സന്തോഷമായിരുന്നു. ഇതുവരെ കല്യാണത്തിൻ്റെ കൂട്ടമൊന്നും കൂടിയിട്ടില്ല. പക്ഷെ ആ ഒരു കുടുംബത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മോൻ രക്ഷപ്പെടൂലിക്ക. പിന്നെ അതുകൊണ്ടാണ്. അങ്ങനെ ആയിക്കോട്ടെ, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടേ റെഡിയാക്കിയിട്ടേ ഞാൻ വൈകിട്ട് വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് പറയാൻ എന്തെങ്കിലും ചെയ്യാം. നേരിട്ട് പോയി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെന്നാ. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല, വർത്താനം പറഞ്ഞിട്ടേ നിന്നു. ഞാൻ ഒരു ചായ എടുക്കാന്നാ. വേണ്ട വേണ്ട, ഇപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടേ എന്നാ ശരി. രണ്ട് വേഗം വരാം. എന്നാ ശരി. ഇത്താടൊക്കെ ചോദിച്ചെന്ന് അറിയിട്ടാ. പറയാം. എന്നാ ശരി. ഓ പഠിച്ചവനെ, പുളിങ്ങമ്പാണ്. ഇന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എൻ്റെ മോൻ രക്ഷപ്പെടും. കയ്യിൽ നിന്ന് പോകാണ്ട് ഇന്ന് തന്നെ പോയാൽ മതിയായിരുന്നു. നിൽക്കാം. ഉമ്മ ഉമ്മ എവിടമ്മാ? ഇന്ന് വേഗം വന്ന സമയം എത്രയാ നോക്കിയേ? അതാ വരുന്ന മോനെ, ഞാൻ ഈ മക്കളെ ഒന്ന് കുത്തുക. ഉമ്മ ഈ പെണ്ണ പോണമാ നമുക്ക്. ഇക്കൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയാ അത് ശരിയാവുമാ? നീ ഒന്നും പറയണ്ട. ഉമ്മ പറയണതനുസരിച്ചാ മതി. ഉമ്മ നല്ലതിന്, മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഉമ്മമാര് പറയണത്. അല്ലാണ്ട് മക്കളുടെ തെറ്റായിട്ടൊന്നും ഉമ്മമാർ ഒരിക്കലും നിൽക്കില്ല. ഇക്കാക്ക് എന്ന് പറഞ്ഞാൽ ഇക്കാക്ക് ഏതെങ്കിലും ഉണ്ടാകും. ഏതെങ്കിലും ഇക്കാക്ക് പാവപ്പെട്ട ഒരു കുടുംബത്തെ ഒരു കുട്ടിയെ കിട്ടും, കിട്ടാതെയൊന്നുമില്ല. നിന്റെ ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇക്കാക്ക് നോക്കാം. അങ്ങനെ ഇക്കാടെ ശരിയാകുകയാണെങ്കിൽ ഇക്കാടെ ഫസ്റ്റ് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മതിയല്ലോ. മാമാനെ എന്തോരം പറഞ്ഞിട്ടാണെന്നറിയോ മാമ അപ്പോൾ പോയിട്ട് ഇന്ന് വിളിച്ച് പറഞ്ഞത്? അതെന്നാ ഇന്ന് തന്നെ പോയി കാണാമെന്ന് പറയണ്. ഇക്ക അറിയൊന്നുമില്ല, ഇക്കാട് പറയണ്ട. മോനെ, നിനക്ക് അവരെ പറ്റി, ആ തറവാട്ടുകാരെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറയില്ല. അറിയോ, അവിടെ നിന്നൊക്കെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നതേ നമ്മളെ ഭാഗ്യാണ്. അല്ലമ്മ, അവരെത്ര സ്വത്തും കാര്യമൊക്കെ ഉള്ളവരാണോ? പിന്നെ പണക്കാരാണോ അവര്? പിന്നെ നിനക്കറിയില്ലേ, മാമാടെ വീട്ടിൽ പോകുമ്പോഴേ നമ്മള് ബസ് ഇറങ്ങിയിട്ട് മാമാടെ വീട് വരെ എത്തുന്ന അപ്പുറത്തും ഇപ്പുറത്തും പറമ്പ് കണ്ട വലിയ ഒരു മതില് കെട്ടിയ ഒരു വീട്, അതാണ് അവരുടെ വീട്. അതുമല്ല, ആ വട്ടാരം കംപ്ലീറ്റ് ആ പറമ്പൊക്കെ അവരുടെയാ. മോനിക്ക് എന്താ അറിയണേ, മോൻ രക്ഷപ്പെടും. അതൊന്ന് കിട്ടിയാൽ മതി. കിട്ടണേ വേണ്ടി പ്രാർത്ഥിക്ക്. അതുകൊണ്ടല്ലേ ഉമ്മ അത്ര ഇതിൽ നിൽക്കണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പെണ്ണ് കെട്ടേണ്ട ആലോചന എനിക്കില്ലേ ഇല്ല. മാമ ഒന്ന് പറഞ്ഞപ്പോൾ ആ മാമാട് പറയണ എൻ്റെ മക്കള് പെണ്ണ് കെട്ടാനായിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോഴാണ് ഇക്കാക്ക് വന്ന ആലോചനയാണ്. ഇക്കാടെ ഈ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ അവർ പെണ്ണ് തരുമോ? അപ്പം അത് മുടങ്ങി പോണ്ടാന്ന് വെച്ചിട്ടാണ്. നിന്റെ ഈ ജോലി ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ആ കുട്ടി നമുക്ക് എടുക്കാന്ന് വെച്ചിട്ട് ഉമ്മ. അല്ലാണ്ട് ഇക്കാക്ക് എടുക്കണതിനെ പറ്റിയിട്ടല്ല. ഇക്കാക്ക് കൂലിപ്പണി പറഞ്ഞാൽ അവർ തരുമോ? അപ്പം ഇക്കാക്ക് ഉണ്ടാവും. നമുക്ക് ഏതെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം ഇപ്പം നടക്കുക, നമുക്ക് പോവാം. എന്നാ പിന്നെ ഉമ്മ പറഞ്ഞ പോലെ ഉമ്മയുടെ ഇഷ്ടം തന്നെ ആവട്ടെ. എന്നാ പിന്നെ എന്തായാലും കഴിച്ചിലാവുകയാണെങ്കിൽ എല്ലാവരും കുടുംബത്തോട് മൊത്തത്തിൽ കഴിച്ചിലാവുമല്ലോ. ഉമ്മയുടെ അങ്ങനെ തന്നെ ആവട്ടെ, കുഴപ്പമില്ല. അതന്നെ പറഞ്ഞത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട് വരികയല്ല. നടക്ക് മോനെ, പോവുക. മാമാടെ വീട്ടിൽ പോയിട്ട് മാമാനെയും വിളിച്ചിട്ട് വേണം പോകാൻ. ചെല്ല്, നടക്ക്.
ആ നിങ്ങൾ എങ്ങോട്ടാ രണ്ടുപേരും കൂടിയിട്ട്? ഉമ്മ ഈ പർദ്ദയൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ? എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ.